വിശ്വചരിത്രത്തിലെ ഏറ്റവും മഹത്തായ പ്രസംഗങ്ങളിൽ ഒന്നാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യദിന പുലരിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നടത്തിയ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഹാപ്രസംഗം. ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു നിമിഷം വന്നെത്തിയിരിക്കുന്നു. നമ്മൾ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് ചുവടുവയ്ക്കുമ്പോൾ, ഒരു യുഗം അവസാനിക്കുമ്പോൾ, ദീർഘകാലം അടിച്ചമർത്തപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ ആത്മാവ് അതിൻ്റെ ശബ്ദം കണ്ടെത്തുന്നു. 76 വർഷങ്ങൾക്കിപ്പുറം നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ മറ്റൊരു ചരിത്രഘട്ടത്തിൽ ആവർത്തിക്കപ്പെട്ടു. ഇന്നലെ ന്യൂയോർക്കിൽ ഇടതുപക്ഷക്കാരനായ സാമ്രാജ്യത്വ വിരുദ്ധനായ സയനിസ്റ്റ് ക്രൂരതകളുടെ നിത്യവിമർശകനായ തൊഴിലാളി വർഗ സഹയാത്രികനായ സുഹ്റാൻ മംദാനി ന്യൂയോർക്ക് മേയർ പദവിയിലേക്ക് നടന്നു കയറിയത് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ പ്രസംഗത്തിലെ ഈ പറഞ്ഞ വാചകം ഉദ്ധരിച്ചാണ്. 34 വയസ്സുകാരനായ മുസ്ലിം സമുദായക്കാരനായ മംദാനി ന്യൂയോർക്ക് മേയർ പദവിയിലേക്ക് എത്തുമ്പോൾ ഉലഞ്ഞത് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒന്നല്ല, ഒരുപാട് കോട്ടകൊത്തളങ്ങളാണ്. ന്യൂയോർക്കിൻ്റെ തെരഞ്ഞെടുപ്പ് അമേരിക്കൻ ജനത എങ്ങനെ ഏറ്റെടുക്കും? സുഹ്റാൻ മംദാനി അമേരിക്കയ്ക്ക് പുതിയ വെളിച്ചമാകുമോ? കാണാം RD Extra. 1969 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ്, 2 ദശലക്ഷത്തിലേറെ പേർ തീരുമാനിച്ച ജനവിധി, 5 ദശലക്ഷത്തിലധികം രജിസ്റ്റേർഡ് വോട്ടർമാരുള്ള അമേരിക്കയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ നഗരത്തിന്റെ അധിപൻ ഇനി സുഹ്റാൻ മംദാനി എന്ന ഇന്ത്യൻ ഉഗാണ്ടൻ വേരുകളുള്ള യുവ സോഷ്യലിസ്റ്റ് ആണ്. ബാലറ്റിൽ 3 പേരുണ്ടായെങ്കിലും ഏറ്റുമുട്ടിയത് മംദാനിയും സ്വതന്ത്രനായി മത്സരിച്ച മുൻ ഗവർണർ ആൻഡ്രൂ ക്യുമോയുമാണ്. 91% വോട്ടുകൾ എണ്ണിത്തീർന്നപ്പോൾ സുഹ്റാൻ മംദാനി 50%-ത്തിലേറെ വോട്ട് സ്വന്തമാക്കി. 60% വോട്ടുകൾ എണ്ണിയപ്പോൾ തന്നെ മംദാനി വിജയം ഉറപ്പിച്ചിരുന്നു. ആൻഡ്രൂ ക്യുമോയ്ക്കായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പരസ്യ പിന്തുണ. ഡെമോക്രാറ്റ് പ്രൈമറിയിൽ മംദാനിയോട് പരാജയപ്പെട്ടതോടെയാണ് സ്വതന്ത്രനായ ക്യുമോ കളത്തിലിറങ്ങിയത്. മുൻ ഗവർണർ എന്ന അനുഭവ സമ്പത്ത് ഉയർത്തിപ്പിടിച്ചായിരുന്നു ക്യുമോയുടെ പ്രചരണം. നിരവധി സ്ത്രീകൾ ഉയർത്തിയ ലൈംഗികാതിക്രമ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടും ക്യുമോ 42% വോട്ട് പിടിച്ചു. 3-ാം സ്ഥാനത്ത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് ലിവക്. കഷ്ടിച്ച് 1.5 ലക്ഷം വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത്. RD Extra ന്യൂസ് മലയാളം. ട്രംപ് അടക്കം മുതലാളിത്തവാദികൾക്കുള്ള മുന്നറിയിപ്പാണ് തൻ്റെ വിജയം എന്നാണ് മംദാനി പറഞ്ഞത്. തൊഴിലാളി വർഗത്തിന് വിജയം സമർപ്പിക്കുന്നു, അടിസ്ഥാന വർഗത്തിനും യൂണിയനുകൾക്കും ഒപ്പം ഉണ്ടാകും. ന്യൂയോർക്ക് കുടിയേറ്റക്കാർ നിർമ്മിച്ചു, കുടിയേറ്റക്കാർക്ക് ശക്തി പകരുന്ന, കുടിയേറ്റക്കാരൻ നയിക്കുന്ന നഗരമായിരിക്കും. ട്രംപ് ഇത് കേൾക്കുന്നുണ്ടെന്നറിയാം, അങ്ങനെയെങ്കിൽ ശബ്ദം ഉയർത്തി വയ്ക്കൂ എന്നാണ് മംദാനിയുടെ പരിഹാസം. ബാലറ്റിൽ ട്രംപ് ഇല്ലാത്തതും ഷട്ട്ഡൗണുമാണ് റിപ്പബ്ലിക്കൻ തോൽവിക്ക് കാരണം എന്നാണ് ട്രംപ് പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോഴും ട്രംപ് തന്നെയാണ് എന്നാണ് വൈറ്റ് ഹൗസിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ന്യൂയോർക്കിലുള്ള ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ ട്രംപ് ഭരണകൂടം പരമാവധി ശ്രമിക്കും. അങ്ങനെ വന്നാൽ മംദാനി വിഭാവനം ചെയ്ത സോഷ്യലിസ്റ്റ് പദ്ധതികൾ പ്രതിസന്ധിയിലാകും. സമ്പന്നർക്ക് നികുതി കൂട്ടുമെന്ന മംദാനിയുടെ നിർദ്ദേശം ഡെമോക്രാറ്റുകൾ തന്നെ ഒരുപക്ഷെ എതിർത്തേക്കാം. ഡെമോക്രാറ്റുകളിൽ നിന്ന് ഇപ്പോൾ തന്നെ എതിർപ്പ് ഉയർന്നിട്ടുമുണ്ട്. സമ്പന്നരായ നികുതിദായകർ ന്യൂയോർക്ക് വിടാൻ കാരണമായേക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ. മംദാനിയുടെ പരിചയക്കുറവ് പാർട്ടിക്കുള്ളിലും പുറത്തും എതിരാളികൾ ഉപയോഗപ്പെടുത്തും. ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോച്യൂർ പാർട്ടിയിൽ മംദാനിയുടെ എതിർപക്ഷത്തുള്ള മിതവാദിയാണ്. ഇന്ത്യൻ സംവിധായിക മീര നായരുടെയും ഇന്ത്യയിൽ ജനിച്ച ഉഗാണ്ടൻ വംശജൻ മഹ്മൂദ് മംദാനിയുടെയും മകനാണ് സുഹ്റാൻ മംദാനി. സുഹ്റാൻ മംദാനി ജനിച്ചതും 7 വയസ്സ് വരെ വളർന്നതും ഉഗാണ്ടയിലാണ്. പിന്നീട് കുടുംബം ന്യൂയോർക്കിലേക്ക് കുടിയേറി. ഈ വർഷം സിറിയൻ കലാകാരി റാമ ദുവാജിയെ വിവാഹം കഴിച്ചു. 2018 അമേരിക്കൻ പൗരത്വം ലഭിച്ചു. 2020 ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകളുടെ രൂക്ഷ വിമർശകനാണ്. കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധങ്ങളെ അനുകൂലിച്ചു. വിലക്കയറ്റം, ജപ്തി തുടങ്ങിയ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെട്ടു. പലസ്തീൻ അനുകൂലിയാണ്. ട്രംപിനെതിരെ ഡെമോക്രാറ്റിക് മുന്നേറ്റവുമായി US-ലെ മറ്റ് തെരഞ്ഞെടുപ്പ് ഫലങ്ങളും വന്നു. വിർജീനിയ ഗവർണറായി ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി അബിഗെയിൽ സ്പാൻബർഗിന് ജയം. ന്യൂജേഴ്സി ഗവർണറായി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മിക്കി ഷെറിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. പെൻസിൽവാനിയ സുപ്രീം കോടതിയിലേക്കുള്ള 3 നിർണായക സീറ്റുകളിൽ ഡെമോക്രാറ്റ് ജയമുണ്ടായി. എന്തായാലും നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ ഈ പ്രതീക്ഷ തന്നെയാണ് വെച്ച് പുലർത്തിയത്. ആ പ്രതീക്ഷ പോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. ഒരു ചരിത്ര വിജയം ഉണ്ടായിരിക്കുന്നു സുഹ്റാൻ മംദാനിക്ക്. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഇതിനെ കാണുന്നത്? മംദാനി ആദ്യം പറഞ്ഞത്, നെഹ്റുവിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കുന്നതിന് മുൻപേ പറഞ്ഞത്, പ്രസിഡന്റ് ട്രംപ് നിങ്ങളെന്നെ കേൾക്കുന്നുണ്ടെന്ന് അറിയാം, ടേൺ യുവർ വോളിയം അപ്പ്, 4 വാക്കുകളാണ്. നിങ്ങളുടെ ശബ്ദം ഉയർത്തി വെക്കൂ. എന്നിട്ട് അദ്ദേഹം മിണ്ടാതിരിക്കുമ്പം ആ ജനം, അദ്ദേഹത്തെ കേൾക്കാൻ വരുന്ന ജനം ഇങ്ങനെ കരഘോഷം മുഴക്കുകയാണ്. ഏതാണ്ട് ഒരു മിനിറ്റോളം അദ്ദേഹം അങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് ബാക്കി വാക്കുകൾ പറഞ്ഞത്. അതായത്
എനിക്ക് പറയാനുള്ളത് ഈ കരഘോഷം തന്നെയാണ്. ന്യൂയോർക്കിലെ ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കണം എന്നുള്ളതാണ് സൊഹ്റാൻ മംദാനി ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സൊഹ്റാൻ മംദാനിയുടെ നിലപാടുകളെ പറ്റി നമ്മൾ വിശദമായി പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തു, ഇന്നലെ ഉൾപ്പെടെ ചർച്ച ചെയ്തു. ട്രംപിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അത്. ന്യൂയോർക്ക് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനസാന്ദ്രതയുള്ള നഗരങ്ങളിൽ ഒന്ന്. നമ്മുടെ മുംബൈ പോലെ വലിയ ഒരു നഗരമാണ്, കോടിക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു നഗരമാണ്. ആ നഗരത്തിലെ മേയർഷിപ്പ് പോവുക എന്ന് പറയുന്നത് അത് ഇത്രയധികം അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ പരസ്യമായി എതിർത്തിട്ടും പോയി എന്ന് പറയുന്നത് വലിയ സംഭവം തന്നെയാണ്. നമ്മൾ നരേന്ദ്രമോദി വന്നിട്ട് നമ്മളിപ്പോൾ കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിൽ ഒരാൾക്കെതിരെ, അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്കാണ്, അതായത് രാഷ്ട്രീയമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടിയാണോ പണിയെടുക്കുന്നത്. പക്ഷേ ഇവിടെ സൊഹ്റാൻ മംദാനിക്ക് വേണ്ടി ഡെമോക്രാറ്റുകൾ നിലയുറപ്പിച്ചപ്പോൾ സീറ്റ് കിട്ടാതെ പോയ മറ്റൊരു ആൾക്ക് വേണ്ടിയിട്ടാണ്, മുൻ മേയറായിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് ട്രംപ് അവിടെ വോട്ട് ചോദിച്ചിട്ടുള്ളത്. അതായത് എതിർ പാർട്ടിയിലെ ആളിനെ ജയിപ്പിക്കൂ എന്നുവരെ ട്രംപ് പറഞ്ഞു നോക്കി, അതും പരാജയപ്പെട്ടു. അവിടെ ജനങ്ങൾ എന്തായാലും സൊഹ്റാൻ മംദാനിക്കും ഡെമോക്രാറ്റിക് പാർട്ടിക്കും, അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയിലെ നിലപാടുകൾക്കും ഒപ്പമാണ് എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല മറ്റ് രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലും ന്യൂജേഴ്സിയും വെർജീനിയയും അവിടെ 2 വനിതകളാണ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഹർഷൻ, ഈ അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും 2ാമത്തെ തവണ ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ്. അതിലാണ് ഈ വിധത്തിലുള്ളൊരു തിരിച്ചടി ഉണ്ടാകുന്നത് എന്നുള്ളത് ട്രംപ് സ്വീകരിക്കുന്ന നയങ്ങളെ അമേരിക്ക എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. മാത്രമല്ല, കണക്കുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള യുവാക്കൾ വോട്ടർമാരായിട്ടുള്ള നഗരങ്ങളിലൊന്നാണ് ന്യൂയോർക്ക്. സ്വാഭാവികമായും ഒരു നിറങ്ങളുടെ നഗരം കൂടിയാണ്. അപ്പോൾ യുവാക്കളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളതിൻ്റെ കൃത്യമായ ദിശാസൂചിക കൂടിയായി ഇതിനെ കാണണം. ഒറ്റ കാര്യം കൂടി പറയാം. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യത്ത് ഏതെല്ലാം വിധത്തിൽ അധിക്ഷേപത്തിന് ഇരയാകുന്നു എന്നുള്ളത് സമീപകാലത്ത് നമ്മൾ ഓരോ കാര്യങ്ങളിൽ കണ്ടതാണ്. ഇപ്പോൾ നടക്കുന്ന ഭരണപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളുടെയും പിഴവുകൾ നെഹ്റുവിൻ്റെ കുറ്റമാണ് എന്നുള്ളത് ഇവിടുത്തെ അധികാരവർഗം ചുമത്തുന്നു എന്നുള്ളതും ശരിയാണ്. പക്ഷേ ലോകം ഇപ്പോഴും നെഹ്റുവിനെ എങ്ങനെയാണ് കാണുന്നത്, ആരാണ് യഥാർത്ഥ വിശ്വഗുരു എന്നുകൂടി മംദാനിയുടെ വാക്കുകളുണ്ട്. തീർച്ചയായും മംദാനി അദ്ദേഹത്തിൻ്റെ ആ വേരുകളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഓരോ ചുവടും വെച്ചത്. അത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലെല്ലാം അദ്ദേഹം ഒരു സംശയമില്ലാതെ അമേരിക്കയിൽ നിന്നുകൊണ്ട് താനൊരു കുടിയേറ്റക്കാരനാണ് എന്നും മുസ്ലിമാണ് എന്നും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, സമ്പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ, എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ മാത്രം, ഭാഷ പോലും അദ്ദേഹം പ്രയോഗിക്കുന്നതിലെ ഒരു കൗതുകം, അദ്ദേഹം ഓരോ വിഭാഗങ്ങൾ, ഇപ്പോൾ ഇന്ത്യക്കാരോട് സംസാരിക്കുമ്പോൾ, അവിടുത്തെ അമേരിക്കൻ ഇന്ത്യൻസിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലിയിലും അദ്ദേഹം മാറ്റം വരുത്തുന്നുണ്ട്. അദ്ദേഹം ആഫ്രിക്കൻ അമേരിക്കൻസിനോട് സംസാരിക്കുമ്പോൾ ആ ശൈലിയിൽ അദ്ദേഹം മാറ്റം വരുത്തുന്നുണ്ട്. അത് ആ വിഭാഗക്കാരെങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അതിനൊപ്പിച്ച് അദ്ദേഹവും സംസാരിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായി തോന്നിയ ഒരു കാര്യം. അത് വലിയ വിമർശനമൊക്കെ വരുത്തി വയ്ക്കുകയും ചെയ്തു കേട്ടോ. ഈ റിപ്പബ്ലിക്കൻസും അദ്ദേഹത്തെ എതിർക്കുന്നവരുമെല്ലാം അതൊക്കെ എടുത്തു കാട്ടിയാണ് വലിയ പ്രചാരം സംഘടിപ്പിച്ചത്. മാത്രമല്ല, അമേരിക്കയിലെ ഏറ്റവും വലിയ ചീത്തവിളി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഏതാണ്ട് ആ മട്ടിലാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വിളിയാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായത്. ഓരോ അടയാളങ്ങളും ഒരു ഈ അരിവാളും ചുറ്റികയും അദ്ദേഹത്തെ പിടിപ്പിക്കുന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചിഹ്നമായി അരിവാളും ചുറ്റികയും സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ടോ അല്ല. ഇന്നിപ്പോൾ അദ്ദേഹം വിജയിച്ചതിന് ശേഷം പോലും ചില പത്രങ്ങളുടെ 1ാം പേജിൽ അദ്ദേഹം അരിവാളും ചുറ്റികയും പിടിച്ചു നിൽക്കുന്ന കാരിക്കേച്ചറുകൾ പ്രദർശിപ്പിച്ചല്ലോ. അത് അദ്ദേഹം ഇതായതുകൊണ്ടല്ല. അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ അമേരിക്കയ്ക്ക് പരിചയമില്ലാത്തതാണ്. അതെല്ലാം അപ്പോൾ സ്വാഭാവികമായും ലെഫ്റ്റിൻ്റേതാണ് എന്ന് പറയുന്നു എന്നുള്ളതാണ്. ഇത് മുമ്പ് ഈ ചിന്തകനായ ഇടചിന്തകനൊക്കെയാണ് സിസെക്ക് ഈ ട്രംപ് വരുന്ന സമയത്ത്, ട്രംപ് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ട്രംപ് വരുന്നത് ഒരു കണക്കിന് നല്ലതാണ്, സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യുമെന്ന്. അതായത് അതുവരെ ഈ അമേരിക്ക കാണുന്ന സംഗതികളൊന്നുമല്ലോ അവിടെ നടക്കുന്നത്. ലിബറലുകളോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, ട്രംപിൻ്റെ സമീപനമൊക്കെ മൊത്തത്തിൽ സിസ്റ്റത്തിൽ കുഴപ്പമുണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കുഴപ്പമുണ്ടായാൽ ആ കുഴപ്പമുണ്ടാകുന്നതിനെ ആ നിലയ്ക്ക് ഇടത് ചിന്തകർ അനുകൂലിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ട്രംപിൻ്റെ വരവ് കൊള്ളാം എന്ന് വരെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ മൊത്തത്തിലുള്ള ചിന്തകൾക്ക് ആകെ കുഴപ്പമുണ്ടാകുന്ന തരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കടന്നുവരവ്. പക്ഷേ ഇത് തൊഴിലാളി വർഗത്തോടുള്ള വലിയ ഐക്യദാർഢ്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി മുന്നോട്ട് വെച്ചത്. അതായത് നിങ്ങൾക്ക് എന്ത്
പരിചയസമ്പന്നതയാണ് ഉള്ളത് എന്ന ചോദ്യമാണ് ഏറ്റവും അധികം സോഹ്റാൻ മംദാനി ഇതിനു മുമ്പുള്ള ഡിബേറ്റുകളിലെല്ലാം നേരിട്ടത്. ആ ഡിബേറ്റുകളിലെല്ലാം അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് അവിടുത്തെ ടാക്സി തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചതും അവർക്ക് വേണ്ടി വലിയ ഫണ്ട് സ്വരൂപിക്കാൻ കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ നേട്ടമായി ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രചാരണ വീഡിയോകൾ ഏത് കണ്ടാലും നമുക്കറിയാം, പ്രധാനമായും അവിടെ നേരിട്ട് കാണുന്ന ന്യൂയോർക്കിലെ ഒരു തൊഴിലാളി എന്ന് പറയുന്നത് ടാക്സി തൊഴിലാളികളാണ്, ഡ്രൈവർമാരാണ്. അവരുടെ സ്വന്തം നേതാവ് എന്ന പ്രതിച്ഛായയിലേക്ക് സോഹ്റാൻ മംദാനി എത്തി. അവിടെ ഇതത്ര എളുപ്പമൊന്നുമല്ല. ഇത് വലിയ മാറ്റം അമേരിക്കയിൽ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ വലിയ ചർച്ചയുണ്ടാക്കി. അതുകൊണ്ടാണ് വൈറ്റ് ഹൗസ് പറഞ്ഞത് ഇപ്പോഴും പ്രസിഡന്റ് ട്രംപ് തന്നെയാണ്. കാരണം ഒരു പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ് പോലെയാണ് ഒരു ന്യൂയോർക്കിലെ മേയറുടെ തെരഞ്ഞെടുപ്പിനെ അമേരിക്ക മുഴുവൻ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതോ അല്ലെങ്കിൽ ലോകം ചർച്ച ചെയ്യുന്നത് എന്നുള്ളതോ അമേരിക്ക മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ, ഡെമോക്രാറ്റുകൾക്കിടയിൽ നിന്ന് തന്നെയാണ് ഒരാൾ ഈ പറയുന്ന 40% മേൽ വോട്ട് നേടിയിരിക്കുന്നത് എന്നുള്ളത് കൂടി ഓർക്കണം. കാരണം അവിടെ ഡെമോക്രാറ്റുകൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് ന്യൂയോർക്ക് സിറ്റി. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 6:1 ആണ് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിലുള്ളത്. അതുകൊണ്ടാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പോവുകയും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി തന്നെ ട്രംപിൻ്റെ പിന്തുണയോടെ അസ്വാഭാവികമായി ഇതുവരെ അമേരിക്ക കാണാത്ത പല കാഴ്ചകളിലൂടെയും കടന്നുപോയി ആ വോട്ടുകളൊക്കെ നേടിയത്. എന്നിട്ട് പോലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, അദ്ദേഹം ഉന്നമിട്ടവരിലേക്ക്, നേരത്തെ ബില്ല് പറഞ്ഞതുപോലെ അദ്ദേഹം ഉന്നമിട്ടവരിലേക്ക് എത്താൻ സോഹ്റാൻ മംദാനിക്ക് കഴിഞ്ഞു. ചെറുപ്പക്കാരിലേക്ക്, യുവാക്കളിലേക്ക്, സാധാരണക്കാരിലേക്ക്. 2024 1% അദ്ദേഹത്തിൻ്റെ പിന്തുണയും ജയസാധ്യതയും. അവിടെ നിന്നാണ് അദ്ദേഹം 50% മേൽ ഭൂരിപക്ഷം നേടിക്കൊണ്ട് 50% മേൽ വോട്ട് നേടിക്കൊണ്ട് വിജയത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. അത് അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ വേരുകളിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളതാണ്. അതായത് എന്താണ് ന്യൂയോർക്കിൻ്റെ പ്രശ്നം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പലപ്പോഴും വളരെ പരിഹാസ്യമായി ഈ വിജയത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ തോന്നുന്നത്, നിങ്ങൾക്ക് എന്ത് പരിചയസമ്പന്നതയുണ്ട് എന്ന് ചോദിച്ച ഫോക്സ് ന്യൂസിൻ്റെയൊക്കെ ടെലിവിഷൻ ആങ്കർമാർ കേരളത്തിലെ പല ടെലിവിഷൻ ചാനലുകളെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്നുള്ളത് കൂടി നമുക്ക് പറയാതെ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് ഗ്രൗണ്ട് ചിന്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ അവിടുത്തെ ഈ ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം തുടർച്ചയായി നമ്മൾ ഫോളോ ചെയ്തത് ഫോക്സ് ന്യൂസിനെയൊക്കെ നിരന്തരം നിരീക്ഷിക്കുന്നത് സാധാരണ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെയാണ്, അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. ഇത്തവണ അത് കുറച്ച് കൂടുതൽ നിരീക്ഷിച്ചു. കാരണം പരസ്യമായി ഏറ്റവും മോശം പ്രയോഗങ്ങൾ തന്നെയാണ് ഈ അമേരിക്കയിലെ പല ടെലിവിഷൻ ചാനലുകളും മംദാനിക്കെതിരെ, പത്രങ്ങളുമൊക്കെ മംദാനിക്കെതിരെ നടത്തിയത്. ഈ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളത് ഒരു ചീത്ത വാക്കായി നിരന്തരം അവതരിപ്പിച്ചുകൊണ്ട് മംദാനി അങ്ങനെ ബ്രാൻഡ് ചെയ്യാനും ടെററിസ്റ്റ് സിമ്പതൈസർ എന്ന മട്ടിൽ അവതരിപ്പിക്കാനുമൊക്കെ ഈ മാധ്യമങ്ങൾ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്നിട്ട് അവർക്കുള്ള വലിയ പരാജയമാണ് ഇപ്പോൾ ഉണ്ടായത്. എല്ലാ മാധ്യമങ്ങളും അല്ല കേട്ടോ, ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസും CNN ഒക്കെ ഒരു ആ നിലയ്ക്കല്ല അദ്ദേഹത്തെ കണ്ടത്, ഒരു പരിഷ്കരണവാദി എന്ന നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ മുഴുവൻ ആ നിലയ്ക്ക് വിജയിച്ചു, അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു. എനിക്ക് ഇതിൽ ഏറ്റവും കൗതുകകരമായി തോന്നുന്ന ഒരു കാര്യം, ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനിലാക്കിയിരിക്കുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ആരെയാണെന്നറിയാമോ? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെയാണ്. അതായത് ഇവിടുത്തെ പാർട്ടിക്കാർ, കമ്മ്യൂണിസ്റ്റുകാരെന്ന് നമുക്ക് അങ്ങനെയല്ല പറയുന്നത്. ഇപ്പോൾ CPM CPI ഒക്കെ ആയി ലെഫ്റ്റുകളായി നിൽക്കുന്ന ലെഫ്റ്റിനെയാണ്, കേരളത്തിൽ ലെഫ്റ്റിനെയാണ് ഇത് കൺഫ്യൂഷനാക്കിയത്. പലരും ഇതിനെ ജഡ്ജ് ചെയ്യുന്നതോ വിലയിരുത്തുന്നതോ പലതരത്തിലാണ്. ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ വിജയം എന്ന് ചിലർ വിശേഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു ലെഫ്റ്റിൻ്റെ വിജയം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് അങ്ങനെയല്ല. ഇത് ലെഫ്റ്റൊന്നുമല്ല, അദ്ദേഹം ക്യൂബയെയും വെനിസ്വേലയും ഒക്കെ തള്ളിപ്പറഞ്ഞ ആളാണ്, അതുകൊണ്ട് അങ്ങനെ ലെഫ്റ്റായി എടുക്കരുത് എന്നുള്ളത് ഒരു ഭാഗത്തൊരു വാദമാണെങ്കിൽ, അതല്ല, അദ്ദേഹം ഒരു പാർട്ടി കണ്ണോടെയല്ല ഇതിനെ കാണേണ്ടത്. അതിനപ്പുറത്ത് ഓരോ പ്രദേശത്തും ഓരോ പുതിയ പ്രസ്ഥാനങ്ങൾ ഓരോ തരത്തിൽ ഈ ആശയസംഹിതയെ, അതായത് തൊഴിലാളി വർഗത്തിൻ്റെ ആശയസംഹിതയെ പിടിക്കുന്ന തരത്തിൽ അവിടെ ഇടപെടുന്നു. അതിനെ അങ്ങനെയാണ് കാണേണ്ടത് എന്ന് എതിർവാദം വയ്ക്കുന്നത്. സത്യത്തിൽ എന്താണ് സംഭവം? നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അതായത് അമേരിക്കൻ ലെഫ്റ്റും ഗ്ലോബൽ ലെഫ്റ്റും രണ്ടും രണ്ടായി തന്നെ ഇതിനെ കാണാം. അത് ഏറ്റവും ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കേതമാണ്. അവിടെ വെച്ച് ബേണി സാൻഡേഴ്സിനെ പോലെ ഒരു ലെഫ്റ്റ് ലീനിയൻ്റ് ആയിട്ടുള്ള ആ തരത്തിലൊരു ചിന്ത അവിടെ അവതരിപ്പിക്കുന്നു. ചില കാര്യങ്ങളിൽ മാത്രമാണ് ആ പരിഷ്കരണം നടത്താൻ അവർ ആലോചിക്കുന്നത്. അത് അമേരിക്കയ്ക്ക് പരിചിതമല്ലാത്തതായതുകൊണ്ടാണ് അവിടെ ഒറ്റയടിക്ക് കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതിപ്പോൾ ഇന്ന് തോമസ് ഐസക് പറഞ്ഞതുപോലെ ഇവിടെ ഇദ്ദേഹം ഉണ്ടല്ലോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാർ അർബൻ നക്സലുകൾ എന്ന് പറഞ്ഞ് ഇഷ്ടമില്ലാത്തവരെല്ലാം അർബൻ നക്സലുകൾ എന്ന് വിളിക്കും. അതുപോലെയാണ് അവിടെ ട്രംപ് കമ്മ്യൂണിസ്റ്റ് എന്ന് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. ഇവരാരും അർബൻ നക്സലുകളായിട്ടല്ലല്ലോ അർബൻ നക്സൽ എന്ന് വിളി കേൾക്കുന്നത് ഇവിടെ പലരും. അതുപോലെയാണ് അവിടെ, ഇത് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല, പക്ഷേ കമ്മ്യൂണിസ്റ്റ് എന്ന് ട്രംപ് ചീത്ത വിളിക്കുന്ന പോലെ വിളിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഈ നയങ്ങൾ
ആ നയങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായും അതായത് ഈ മില്യണയർ ടാക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മില്യണയർ ടാക്സ്, ഈ റെൻറ്റ് കൺട്രോൾ, ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ പരിചിതമില്ലാത്തതാണ്. തൊഴിലാളിക്ക് വേണ്ടി ഒരാൾ ശബ്ദിക്കുന്നു എന്നത് അവിടെ പരിചയമില്ലാത്ത സംഗതിയാണ്. അതൊക്കെ സംഭവിക്കുന്നത് കൊണ്ടാണ് അത് നമ്മൾ അമേരിക്കയെ ആ മുതലാളിത്ത രാജ്യമായി തന്നെ കണ്ടുകൊണ്ട് അവിടെ വ്യത്യസ്തമായി ഈ തോട്ട്സ് അവതരിപ്പിക്കുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് ഒരു അതായത് യൂറോപ്പിലെ ഒരു സോഷ്യൽ ഡെമോക്രാറ്റാണ് അമേരിക്കയിലെ ഒരു സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സോഷ്യലിസ്റ്റായി തന്നെ അമേരിക്ക അതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് അതിനെ ആ നിലയ്ക്കാണ് കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ കൺഫ്യൂഷൻ തൽക്കാലം കേരളത്തിലുള്ളവർക്ക് ലെഫ്റ്റിന് ഒഴിവാക്കാവുന്നതാണ്. ഡൊണാൾഡ് ട്രംപിനാൽ വഞ്ചിക്കപ്പെട്ട ഒരു രാജ്യത്തിന് അദ്ദേഹത്തെ എങ്ങനെ പരാജയപ്പെടുത്താമെന്ന് കാണിച്ചു കൊടുക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് ട്രംപിൻ്റെ ജന്മദേശം കൂടിയായ ന്യൂയോർക്ക് നഗരത്തിനാണെന്ന് തെളിയിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം. വിജയത്തിന് ശേഷം മംദാനി പറഞ്ഞ വാക്കുകളാണിതും. ന്യൂയോർക്ക് നഗരത്തിന് നെറുകയിൽ നിന്നുള്ള മംദാനിയുടെ പ്രഖ്യാപനത്തെ കയ്യടികളോടെയാണ് ജനങ്ങൾ ഏറ്റെടുത്തത്. ആൻഡ് സോ ഇറ്റ് ബിഗിൻസ് എന്നാണ് മംദാനിയുടെ വിജയപ്രസംഗത്തോട് ട്രംപ് പ്രതികരിച്ചത്. അതായത് വലിയ ഏറ്റുമുട്ടൽ ഇനി കാണാനിരിക്കുന്നുവെന്ന് ചുരുക്കം. എന്തായാലും കുടിയേറ്റ വിരുദ്ധ, കോർപ്പറേറ്റ് വിരുദ്ധ, തൊഴിലാളി അനുകൂല നിലപാടുകളുള്ള പലസ്തീനു വേണ്ടി സംസാരിക്കുന്ന ഒരു മുസ്ലിം കുടിയേറ്റ വ്യക്തി ന്യൂയോർക്കിൻ്റെ മേയറായിരിക്കുന്നു എന്നത് ഒരു ട്രംപിനും തള്ളാനാകാത്ത യാഥാർത്ഥ്യമാണ്. ട്രംപിനെ പോലെ അങ്ങേയറ്റം യാഥാസ്ഥിതികനും കുടിയേറ്റ വിരുദ്ധനുമായ ഒരു ഭരണാധികാരിയുടെ കാലത്ത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വലിയ സാമൂഹിക രാഷ്ട്രീയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തീർച്ചയാണ്. അടുത്ത വിഷയത്തിലേക്ക്.